പാഠം 404. എലിയെ പേടിച്ച് ഇല്ലം ചുടുന്നവർ. ഹലോ. ഉത്തമ, ഞാനാണ്. എന്താണ് വക്കീലേ? രാവിലെ എന്തെങ്കിലും തിരക്കിലാണോ? തിരക്കാണോന്ന് ചോദിച്ചാൽ ചെറിയ ചെറിയ തിരക്കുണ്ട്. എന്താണ് വക്കീലേ? എനിക്ക് ഉത്തമന്റെ ചെറിയൊരു സഹായം വേണമായിരുന്നു. ഒന്നിവിടം വരെ വരാൻ പറ്റുമോ? അതെന്ത് ചോദ്യമാണ് വക്കീലേ, ഞാനിതാ വന്നു കഴിഞ്ഞു. പിന്നെ മോഹനേട്ടൻ സാർ ഓഫീസിൽ പോയാ? ഏയ് ഇല്ലില്ല, മോഹനേട്ടൻ ഇവിടെ ഉണ്ട്. അപ്പൊ ഞാൻ ഇതാ വരുന്നു. ശരി 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 ശരി. വക്കീലേ. നമസ്കാരം വക്കീലേ. എന്ത് അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞേ? എനിക്കിന്ന് കോടതിയിൽ 2 കേസ് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കിന്ന് പോവാൻ പറ്റില്ല. അതുകൊണ്ട് വിദ്യാലക്ഷ്മിയോട് പകരം ഹാജരാവാൻ പറഞ്ഞിരിക്കുക. കേസിന്റെ 1-2 കടലാസിൽ വിദ്യാലക്ഷ്മി ഏൽപ്പിക്കണം. വക്കീൽ എന്തോ പറ്റി? സാധാരണ എത്ര ചെറിയ കേസായിരുന്നാലും നേരിട്ട് പോകുന്നതാണല്ലോ. പോകേണ്ട കേസ് തന്നെയാണ്. പക്ഷേ ഇന്നെന്തായാലും പോകാൻ പറ്റില്ല ഉത്തമ. സാർ എവിടെ? സാറകത്തുണ്ട്. അയ്യോ, ചോദിക്കാൻ മറന്നു ചേട്ടാ. ഇന്നലെ സാറ് കൊണ്ടുവന്ന പൂച്ചയ്ക്ക് എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്നലെ തന്നെ എലിയെ പിടിച്ച് തുടങ്ങിയോ? അല്ല, മോനേരെ സാറിന് തന്നെ അല്ലേ പൂച്ച? പുലിയുടെ സ്വഭാവം കാണിക്കാതിരിക്കോ? പിന്നല്ലേ, ഇന്നലെ രാത്രി മുഴുവൻ മോഹനടൻ ആ പൂച്ചയുടെ കൂടെയായിരുന്നു. അതിന് പാല് കൊടുക്കുന്നു, അതിനോട് വർത്താനം പറയുന്നു, റവന്യൂ വകുപ്പിലെ കഥകളൊക്കെ അതിനോട് പറഞ്ഞു കൊടുക്കുന്നു. കരവടയ്ക്കുന്നത് എങ്ങനെ, പോക്കുവരവ് എന്നാൽ എന്ത്, കൈവശാവകാശ സർട്ടിഫിക്കറ്റ്, വരുമാന സർട്ടിഫിക്കറ്റ്, ജാതി സർട്ടിഫിക്കറ്റ്, തണ്ടപ്പേര് രജിസ്റ്റർ, BT രജിസ്റ്റർ എല്ലാം പൂച്ച ഇന്നലെ തന്നെ പഠിച്ചു. അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോ അടുത്ത വില്ലേജ് ഓഫീസർ പൂച്ചയായിരിക്കും. അത് ഞാനിന്ന് രാവിലെ ചോദിച്ചതായിരുന്നു, പക്ഷെ അത് ഇഷ്ടപ്പെട്ടില്ല. നേരം വെളുത്ത് എഴുന്നേറ്റ് വരുന്ന വഴി ഭാമേ ചായ എന്ന് പറയുന്ന വില്ലേജ് ഓഫീസർ ഇന്നെന്താ പറഞ്ഞെന്നറിയോ? എന്താ? പാല്. പാലോ? മോഹനേട്ടൻ എന്നിട്ട് അവര് ചായയല്ലേ കുടിക്കണത്? പാൽ എനിക്കല്ല, ഈ പൂച്ചയ്ക്കാ. എന്താ ഒരു സ്നേഹം! കല്യാണം കഴിഞ്ഞ 4 കൊല്ലത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും ഭാമേ നീ ചായ കുടിച്ചോ എന്ന് ചോദിച്ചിട്ടില്ല. ഒരു പൂച്ച കിട്ടിയപ്പോ എന്നെ വേണ്ട. നീയും പൂച്ചയും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഒന്നാമതായി, ഈ പൂച്ച എന്നോട് വഴക്കുണ്ടാക്കില്ല. രണ്ടാമതായി, ഈ പൂച്ച പറഞ്ഞാൽ അനുസരിക്കും. മൂന്നാമതായി, ഈ പൂച്ചയ്ക്ക് എന്നോട് നന്ദിയുണ്ട്. എങ്കിൽ പിന്നെ ഈ പൂച്ച കല്യാണം കഴിച്ചു. മനുഷ്യന്റെ പൂച്ചയെ കല്യാണം കഴിക്കുന്ന നിയമമില്ലല്ലോ. പക്ഷേ ഇന്നു മുതൽ ഈ വീട്ടിൽ ഈ പൂച്ച കഴിഞ്ഞേ എനിക്ക് ആരുമുണ്ട്. സത്യത്തിൽ ഈ ബുദ്ധി എനിക്ക് നേരത്തെ തോന്നേണ്ടായിരുന്നു. നിന്റെ ഈ മരമോന്ത കണ്ടു കണ്ട് ഞാൻ ഒരു വഴിക്കായി. പക്ഷേ ഈ പൂച്ചയുടെ സുന്ദരമായ മുഖം കാണുമ്പോ എന്തൊരാശ്വാസം. ഒരുപാടങ്ങ് പോകല്ലേ മോഹനേട്ടാ. പൂച്ച ഇന്നലെ വന്നു, നാളെ അങ്ങ് പോകും. ദാഹിക്കുമ്പോ ഒരിറ്റു വെള്ളം തരണമെങ്കിൽ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ആര് പറഞ്ഞു? കർശനമായ പരിശീലനത്തിലൂടെ മൃഗങ്ങളെ ഇണക്കി വീട്ടിലെ കാര്യങ്ങൾ വളർത്തു മൃഗങ്ങളെ കൊണ്ട് സാധിക്കുന്ന എത്രയോ പേരുണ്ട്. ഈ പൂച്ചയെ ഞാൻ കാര്യങ്ങൾ പഠിപ്പിക്കും. താലൂക്ക് ഓഫീസിലെ സഹദേവന്റെ വീട്ടിലെ നായ്ക്കുട്ടി ഗേറ്റിന് മുന്നിൽ കിടക്കുന്ന പത്രം എടുത്ത് വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കും. അറിയാമോ? അങ്ങനെയാണെങ്കിൽ വീട്ടുകാർ മാത്രം ആക്കണ്ട മോഹനേട്ടാ. ആഫീസുകാരും കൂടെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം വില്ലേജ് ഓഫീസർക്ക് വയ്യെങ്കിലും പകരം നമുക്ക് ഈ പൂച്ച വിടാലോ. പൂച്ച പോയി കരം തീർത്ത് രസീത് കൊടുത്തിട്ട് വരും. നിന്റെ ഈ പരിഹാസമൊക്കെ അധികം കഴിയാതെ മാറും. ഒടുവിൽ മോഹനേട്ടനിപ്പോ പൂച്ചയോട് മാത്രമേ സ്നേഹമുള്ളൂ എന്ന് പറഞ്ഞ് നീ എന്റെ മുമ്പിൽ ഒന്ന് കരയും. അന്ന് ഇതിനുള്ള മറുപടി ഞാൻ പറയാം. പൂച്ചക്കുട്ടി, പത്രം കീറിയിട്ടേക്കണം. എന്തായത്? ആരാണ് വിളിച്ചത്? ഇതാരും മനഃപൂർവ്വം ചെയ്താണല്ലോ. ഇതിങ്ങനെ ഞാൻ ധൈര്യം ആരാ ഉള്ളത്? എന്താ കണ്ടോ, നമ്മുടെ പത്രം ആരോ കീറിയിട്ടിരിക്കുന്നു. വഴിയെ പോയി ആരോ ചെയ്താണിത്.
വഴിയെ പോയ ആരാണ് ഈ സ്റ്റെപ്പ് മുഴുവൻ ഇവിടം വരെ കയറി വന്നിട്ട് ഈ പത്രം ഇങ്ങനെ കീറിയിടാൻ? അങ്ങനെയാണെങ്കിൽ ഉറപ്പായും പത്രം ഇടാൻ വരുന്ന ശിവൻകുട്ടിയായിരിക്കും. ഇന്നലെ രാവിലെ റോഡരികിൽ നിന്ന് മൂത്രമൊഴിച്ചതിന് അവൻ ഞാൻ വഴക്ക് പറഞ്ഞിരുന്നു. അതിന്റെ ദേഷ്യത്തിൽ അവൻ പത്രം കീറി ഇവിടെ കൊണ്ടിട്ടാവും. മോഹനെടുത്ത പ്രാന്താണോ? ശിവൻകുട്ടി പത്രം കീറിക്കൊണ്ടുവന്ന് ഇവിടെ ഇട്ടാൽ അവനാണത് ചെയ്തത് നമുക്ക് മനസ്സിലാവുന്ന ശിവൻകുട്ടിക്ക് അറിഞ്ഞൂടെ? പിന്നെ ആരോട് പത്രം കീറാൻ? ഓഹോ, നീ കീറിയതാണോ? ഞാനൊന്നുമല്ല. ഈ പത്രം കീറിയത് മോഹനേട്ടന്റെ പൂച്ചയാണ്. പൂച്ചയോ? പിന്നല്ലാതെ. പൂച്ചക്ക് ഈ പത്രം കണ്ടപ്പോൾ അതെന്തിനാണെന്ന് മനസ്സിലായില്ല. അത് പത്രം എടുത്തിങ്ങനെ മാന്തി മാന്തി കളിച്ചു, അത് കീറി. സാരില്ല മോഹനേട്ടാ, പൂച്ചയെ പത്രം വായിക്കാൻ കൊണ്ടുവന്ന് പഠിപ്പിച്ചാൽ മതി. വായന പഠിക്കുന്നതോടെ പൂച്ചയ്ക്ക് പത്രത്തിന്റെ ആവശ്യം മനസ്സിലാവും. പിന്നെ അത് ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല. എലി കടലാസ് കരണ്ടതിനാണ് പൂച്ചയെ കൊണ്ടുവന്നത്. ഇപ്പോ പൂച്ച പത്രം കീറി. ഇനി എന്തൊക്കെ കാണേണ്ടി വരുവോ എന്തോ. എന്തത്? എന്ത്? നീ ശ്രദ്ധയില്ലാതെ ഓരോന്ന് ചെയ്തതിന്റെ കുഴപ്പമായത്. ഞാൻ എന്ത് ചെയ്തെന്നാണ്? ഇതെല്ലാം പൂച്ചയുടെ പരിപാടിയോ? എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പോയി അതോട് പറ. പൂച്ചയോ? പൂച്ച നല്ല കണ്ടോ? പിന്നെ ഇവിടെ പാത്രം തന്നെ എടുത്തിട്ട് ചാടിയോ? മോഹനേട്ടാ, ഇത് പ്രശ്നമാവേ. പത്രം കീറിയപ്പോ മോഹനേട്ടൻ സഹിച്ചു. അത് മോഹനേട്ടന്റെ നിവൃത്തികേട്. പൂച്ചയെ കൊണ്ടുവന്നത് മോഹനേട്ടനാണല്ലോ. പക്ഷേ ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ കാശ് കൊടുത്ത് വാങ്ങിയ പാത്രമാണിത്. ഇത് ഞാൻ സഹിച്ചു തരില്ല. ഇതിപ്പോ ഒരു പൂച്ചയാണെന്ന് ഇരിക്കട്ടെ, അതൊരു വലിയ തെറ്റാണോ? പൂച്ചയുടെ അറിവില്ലായ്മ കൊണ്ട് പറ്റിയതാവും. അതിന് ഈ വീട് കുറച്ചുകൂടെ ശീലമായി കഴിയുമ്പോ അതങ്ങ് മാറും. പൂച്ചക്ക് ശീലമായി വരുമ്പോഴേക്കും പിന്നെ പൊട്ടിക്കാനായി ഇവിടെ പാത്രങ്ങളൊന്നും ബാക്കി കാണില്ല. അങ്ങനെ അങ്ങനെ പൂച്ച മാത്രം കുറ്റപ്പെടുത്തി രക്ഷപ്പെടേ മാമേ? ഈ വീട്ടിൽ ഒരു പൂച്ചയോട് നിനക്ക് അറിയാമായിരുന്നല്ലോ. അതുകൊണ്ട് അപ്പോ ഈ പാത്രങ്ങൾ വെക്കേണ്ടടുത്ത് വെക്കണമായിരുന്നു. കുട്ടികളുള്ള വീട്ടിൽ നമ്മൾ പാത്രങ്ങൾ സൂക്ഷിച്ചു വെക്കാറില്ലേ? അതുപോലെ. മോഹനോട് വെറുതെ എന്നെ കൊണ്ടൊന്നും പറയിക്കാതിരിക്കല്ലേ. പാത്രം പൊട്ടിയത് പോരാ, ഇനി അതിനെ ന്യായീകരിക്കുന്നു. കഴിഞ്ഞ മാസം എന്റെ കയ്യിൽ നിന്ന് അബദ്ധത്തിൽ ഒരു ഗ്ലാസ് വീണ് പൊട്ടിയതിന് മോഹനേട്ടനെ എന്തൊക്കെയാ പറഞ്ഞെന്ന് ഓർമ്മയുണ്ടോ? എനിക്ക് ഓർമ്മയില്ല. അത് കൊള്ളാം. നിനക്ക് എത്ര വയസ്സായി? ആ പൂച്ചക്ക് എത്ര വയസ്സായി? ആ വ്യത്യാസം നമ്മൾ കാണണം. വ്യത്യാസം അവിടെ നിൽക്കട്ടെ. ഇനി ആ പൂച്ച ഈ വീട്ടിലുള്ള എന്തെങ്കിലും സാധനം നശിപ്പിച്ച മോഹനേട്ടൻ ആ പൂച്ചയെ കൊണ്ടുവന്നത് എലിയെ പിടിക്കാനാണ്. ഇനി ആ പൂച്ചയെ പിടിക്കാൻ ഞാൻ വേറെ ആളെ കൊണ്ടുവരും. ഒന്ന് രണ്ട് മൂന്ന് നാല് കപ്പ് പൊട്ടിച്ചു. ഹലോ, അതെ, ആരാണ്? ആ, ഞാൻ കൊടുക്കാം. മോഹനേട്ടാ, മോഹനേട്ടൻ കുറച്ച് തിരക്കില്ല. അത് ഒരു പ്രകൃതി ദുരന്തം ഉണ്ടാവുമ്പോൾ നാശനഷ്ടം വിലയിരുത്തി നഷ്ടപരിഹാരം തീരുമാനിച്ചു കൊടുക്കേണ്ടത് വില്ലേജ് ഓഫീസാണല്ലോ. ഏത് പ്രകൃതി ദുരന്തന്നോ? പ്രകൃതിക്ക് അതിൻ്റെതായ ചില രീതികളുണ്ടല്ലോ സാർ. ആ രീതിയിൽ ചില കാര്യങ്ങൾ കൈകാര്യം ചെയ്തപ്പോൾ ഉണ്ടായ ദുരന്തമാണ് പ്രശ്നം. സാർ, ഞാൻ കൊടുക്കാം. തഹസിൽദാരാ. നമസ്കാരം സാർ. മോഹനകൃഷ്ണ. അതെ, അനന്ത സാർ. ഞാൻ വില്ലേജ് ഓഫീസിൽ പോയിട്ട് നേരെ അങ്ങോട്ട് വന്നേക്കാം. പ്രകൃതി ദുരന്തോ? ഒന്നുമില്ല സാർ. അത് ഭാമ വെറുതെ പറഞ്ഞാവും. ശരി സാർ. ഇവിടെ എന്ത് പ്രകൃതി ദുരന്തമാണ് ഉണ്ടായത്? എലിയെ പൂച്ച പിടിക്കുന്നതാണ് പ്രകൃതിയുടെ രീതി എന്ന് മോഹനേട്ടനല്ലേ പറഞ്ഞത്? അങ്ങനെ എലിയെ പിടിക്കാൻ കൊണ്ടുവന്ന പൂച്ച ഉണ്ടാക്കിയ ദുരന്തത്തെ പ്രകൃതി ദുരന്തമായി കൂട്ടാമല്ലോ എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. അമ്മേ, നീ എന്നോട് വാശി പിടിക്കുന്നത് പോലെ ഒരു പൂച്ചയോട് വാശി പിടിക്കരുത്. ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായത്? പൂച്ച ഒരു പത്രം ചെറുതായിട്ടൊന്ന് കീറി, ഒന്നോ രണ്ടോ കപ്പുകൾ തള്ളിയിട്ട്.
ഒന്നോ രണ്ടോ അല്ല 4. ആ ശരി 4. അത് ഇത്ര വലിയ പ്രശ്നങ്ങളുടെ കാര്യം എന്താ? ഇനി ആ പൂച്ചയുടെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നം ഉണ്ടാവില്ല, ഞാൻ ഉറപ്പ് തരാം. പണിപാളി. വീണ്ടും എന്തോ സംഭവിച്ചു? ഞാൻ അങ്ങോട്ട് പോയി ശരിയാവില്ല. ഇവിടെ ഞാൻ ഫോൺ ചെയ്തിട്ട്. ഇവിടെ അല്ല, അവിടെ. എവിടെ? വാ, പ്രിയപ്പെട്ട പൂച്ചയുടെ വിക്രികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വാ ഇവിടെ വരാൻ. ഞാൻ വരൂല. ഇങ്ങോട്ട് വാ മോനേട്ടാ. നോക്ക്, ഇവിടെ നോക്ക്. ചോറും തട്ടിട്ട. ചോറ് പോയി. ഇനി ഉച്ചക്ക് എന്തെടുത്തുണ്ണും? നിന്നോട് ആരാ ചോറെടുത്ത് അവിടെ വയ്ക്കാൻ പറഞ്ഞത്? പിന്നെ ഞാൻ എടുത്തിട്ട് തല വെച്ചോണ്ട് നിൽക്കണായിരുന്നോ? രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് അടുക്കള കയറി ഞാൻ എന്റെ പണി തുടങ്ങിയതാ. ഒക്കെ വെറുതെയായി. ഇനി ഞാൻ എന്ത് ചെയ്യും ഭഗവാനെ? ഈ ചോറൊന്നും ഉണ്ടാക്കാൻ എത്ര നേരം എടുക്കും? സത്യമായിട്ട് ഞാൻ പറയൂട്ടോ. ഇനി ചോറുണ്ടാക്കിട്ട് മോഹനേട്ടൻ ഓഫീസിൽ പോയാൽ മതിയോ? അത് മാത്രമല്ല, എനിക്കിവിടെ 100 കൂട്ടം പണി വേറെ ഇല്ലേ? അങ്ങനെയാണ് പിന്നെ അല്ല, ഇന്നൊരു ദിവസത്തെ കാര്യമല്ലേ, ഞാൻ കൃഷ്ണൻ കൂടെ ജാഗ്രത കഴിച്ചോളാം. അപ്പൊ ഞാനോ? അത് എന്തിനാ ചൂടാവുന്നേ? വക്കീൽ ഓഫീസിന്റെ അടുത്ത് ചെറിയ ചെറിയ ഹോട്ടലൊക്കെ ഉണ്ടല്ലോ, അവിടെ പോയി കഴിച്ചാൽ മതി. എന്നാലും ആ ജന്തുവിനെ കുറ്റം പറയാൻ പറ്റില്ല മോഹനേട്ടന്. എങ്ങനെ കുറ്റം പറയും ഭാമേ? അതൊരു മിണ്ടാപ്രാണിയല്ലേ. ഈ ചോറ് മറിച്ചിട്ട് കളയാം എന്ന് കരുതിയല്ലോ ചെയ്തത്. മിണ്ടാപ്രാണികളെ നമ്മൾ സ്നേഹിക്കാൻ പഠിക്കണം. മോഹനേട്ടാ, ഞാൻ കാര്യമായിട്ട് പറയാണേ, ഇത് പ്രശ്നവും. ആ പൂച്ച എവിടെയെങ്കിലും പിടിച്ചു കെട്ടിയിട്ടില്ലെങ്കിൽ അത് ഇതിനേക്കാട്ടിലും വലിയ ദ്രോഹം കാണിക്കും. അനുസരണക്കാട് കാണിക്കാൻ പിടിച്ച് കെട്ടിടുകയാണെങ്കിൽ നിന്നെ ഞാൻ എന്നേ പിടിച്ച് കെട്ടിടണമായിരുന്നു. അതൊരു പാവം പൂച്ചയല്ലേ, നീ ക്ഷമിക്കുവാമേ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, കുറച്ചു കഴിയുമ്പോ വേഷം മാറി മോഹനയുടെ മിടുക്കനായിട്ട് ഓഫീസിലേക്ക് അങ്ങ് പോവും. പിന്നെ ഞാൻ ഇവിടെ ഒറ്റയ്ക്കാ. അന്നേരം ആ പൂച്ച വല്ലതും ഒപ്പിച്ച അമ്മയാണ് ഞാൻ അതിന്റെ ചെവി തൂക്കി ദൂരെ എറി. നോക്കൂ, മോഹന്റെ ബാബു ആ പൂച്ചയുടെ കൂടെ കൊണ്ടുപോയിക്കോളാം. അത് ഞാൻ അല്ലെങ്കിൽ ആലോചിക്കുന്നുണ്ട്. ഞാൻ ഇവിടെ ഇല്ലാത്തപ്പോ പൂച്ച ഇവിടെ നിർത്തിയ അതിന്റെ സ്വഭാവം വഷളാവെന്ന് ഉറപ്പല്ലേ? മുതിർന്നവരെ കണ്ടല്ലേ കുട്ടികൾ പഠിക്കുന്നത്. നിന്റെ കൂടെ കഴിയുന്നത് പൂച്ച എന്നല്ല പ്രാവാണെങ്കിൽ പോലും അത് അഹങ്കാരിയായി പോകും. അപ്പം പൂച്ച രാവിലെ തന്നെ പരാക്രമങ്ങൾ തുടങ്ങി. ഒരു പത്രം, 4 പ്ലേറ്റ്, 1 കലം ചോറ്, അത്രയായിരുന്നു ആദ്യത്തെ ലക്ഷ്യം. അതൊക്കെ പൂച്ച നിഷ്പ്രയാസം സാധിച്ചില്ലേ. പക്ഷെ അത്രയ്ക്കായിട്ടും പൂച്ച ഒന്ന് കുറ്റം പറയാൻ മോഹനേട്ടൻ തയ്യാറായില്ല. അതൊരു മിണ്ടാപ്രാണിയാണ്, അതിനൊരു അബദ്ധം പറ്റിയാൽ ക്ഷമിക്കണ്ടേ എന്നൊക്കെയായിരുന്നു ചോദ്യം. മിണ്ടാപ്രാണികളെ സ്നേഹിക്കാൻ പഠിക്കണം എന്നൊരു ഉപദേശം ഫ്രീ ആയിട്ട് കിട്ടി. അതെ അതെ അതെ, അല്ലെങ്കിൽ കെ മോഹനേട്ടൻ സാർ അങ്ങനെയാണ്. മനുഷ്യൻ ഒഴിച്ചുള്ള എല്ലാ ജീവികളോടും ഭയങ്കര കാരുണ്യല്ലേ. പക്ഷേ രാവിലെ ആഫീസിൽ പോകാൻ റെഡി ആയപ്പോൾ വില്ലേജ് ഓഫീസറുടെ കാരുണ്യം കുറച്ചൊന്ന് കുറഞ്ഞു. അപ്പോഴാണ് വില്ലേജ് ഓഫീസർക്ക് കാര്യങ്ങളുടെ കിടപ്പ് ശരിക്കങ്ങ് പിടികിട്ടിയത്. എന്തു പറ്റി? ഇങ്ങനെ ഉത്തരവാദിത്തമില്ലാതായോ? വന്ന് ഭാമ കൊച്ചുകുട്ടികളെക്കാൾ കഷ്ടമായല്ലോ. ഇവൾ ഇത്ര ഉത്തരവാദിത്തമില്ലാതെ പെരുമാറ്റാണ് പാവം പൂച്ച കുറ്റം പറയുന്നത്. എന്താണ്, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഇതെന്താ? ഷർട്ടും മുണ്ടും മോഹനേട്ടൻ ഇട്ടോണ്ട് പോകാൻ വേണ്ടി തേച്ച് വെച്ചിരിക്കുന്നു. എന്നിട്ട് ഇതില് വെള്ളം കോരി ഒഴിച്ചെന്തിനാ? വെള്ളം കോരി ഒഴിച്ചെന്ന് ആര്? പിന്നെ ഇതെന്താ? എന്റെ ഈശ്വര, ഇതാ പൂച്ച മൂത്രം ഒഴിച്ചതാണ്. ഇപ്പൊ തൃപ്തിയായോ മോഹനേട്ടന്? ഞാൻ ഇന്നലെ വൈകിട്ട് ഓഫീസിൽ നിന്ന് വന്നിട്ട് കഴുകി ഉണക്കി രാവിലെ തേച്ചെടുത്ത ഷർട്ട് മുണ്ടുമാണ്. ആ ജന്തുവിനെ കൊണ്ട് ഞാൻ തോറ്റു. ഒരു കാര്യം ചെയ്യും, കർശനമായ പരിശീലനത്തിലൂടെ വളർത്തു മൃഗങ്ങളെ മര്യാദ പഠിപ്പിക്കുന്നതിന്റെ ഒരു കാര്യം മോഹൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. ആദ്യം ആ പൂച്ചയോട് ടോയ്ലറ്റിൽ പോയി മൂത്രം ഒഴിക്കാൻ പഠിക്കാൻ പറ. ഇനി വേറെ ഷർട്ട് മുണ്ട് തേച്ചാൽ എന്നെ കൂടെ പറ്റില്ല. ഈ പൂച്ച കൊണ്ട് മോഹനേട്ടാ, മോഹനേട്ടാ ഒന്നിങ്ങ് വന്നേ. ആയിരുന്നു
മോഹനേട്ടാ, മോഹനേട്ടോ. എന്താ? ഇത് മോഹനേട്ടന്റെയാ? അതെ. ദാ. തഹസിലിനെ തന്നേച്ച ഫയലാ ഇത്. വില്ലേജ് ഓഫീസിലെ കണക്കൊത്തു നോക്കി ഇന്ന് തന്നെ തിരിച്ചു കൊടുക്കാന്ന് പറഞ്ഞ ഫയലാ. ഞാൻ കൊല്ലും. എലിയെ മനുഷ്യര് കൊല്ലുന്നത് തെറ്റായത് കൊണ്ടാണല്ലോ നമ്മൾ കാശ് മുടക്കി ഒരു പൂച്ചയെ വാങ്ങിയിട്ട് വന്നത്. ഇവിടെ വന്നിട്ട് ആ പൂച്ച എലിയെ പിടിക്കുന്നതൊഴികെ ബാക്കിയാവുന്നതൊക്കെ ചെയ്തിട്ടുണ്ട്. മോഹനേട്ടാ, എനിക്ക് തോന്നുന്നത് ആ എലിയും പൂച്ചയും തമ്മിൽ ഒരു ധാരണയുണ്ടാക്കി മോഹനേട്ടനെ തോപ്പിക്കാൻ നോക്കുകയായിരിക്കും. ബീഹാറിൽ ലാലു പ്രസാദ് യാദവിനും നിതീഷ് കുമാറിനും സഖ്യമുണ്ടാക്കാമെങ്കിൽ എലിക്ക് പൂച്ചയ്ക്ക് ധാരണ ഉണ്ടാക്കാനാണോ പാട്? വീണ്ടും പൊട്ടിച്ചെടുത്തു. മോഹനേട്ടാ, മലയാളത്തിൽ ഞാനൊരു കാര്യം പറയാം. മോഹനേട്ടൻ കൊണ്ടുവന്ന പൂച്ച ഈ ജന്മത്തിൽ എലിയെ പിടിക്കാൻ പോകുന്നില്ല. എലി മോഹനേട്ടന്റെ ഫയലും ഷർട്ടും കുടയും ബാഗും എന്തിരുതാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മോഹനേട്ടൻ മീശ വരെ കറണ്ടതില്ലും. അതൊന്നും ശ്രദ്ധിക്കാതെ ആ പൂച്ച ഈ വീട്ടിലെ സകല സാധനങ്ങളും തകർക്കും. എത്രയും പെട്ടെന്ന് ആ പൂച്ചയെ പിടിച്ച് കെട്ടിയിട്ടാൽ മോഹനേട്ടന് കൊള്ളാം. ആ പൂച്ചയ്ക്ക് എമ്മച്ചിലുണ്ട്. എത്ര സ്നേഹമായിട്ട് പെരുമാറിയതാ. എന്നിട്ട് എനിക്കൊരു ആവശ്യം വന്നപ്പോ പൂച്ച കാല് മാറി. അത്രയായപ്പോഴേക്കും വില്ലേജ് ഓഫീസറുടെ സ്വഭാവം പാടെ മാറി. പിന്നെ എന്താ ഉണ്ടായതെന്ന് ചോദിച്ചാൽ എനിക്ക് കൃത്യമായിട്ട് മറുപടി പറയാൻ പറ്റില്ല ഉത്തമ. എന്റെ വിദ്യ ഒന്നും പറയാതിരിക്കാൻ ഭേദം. ആ പൂച്ച ഈ വീടെടുത്ത് തലകുത്തനെ വെച്ചിട്ടേ പോവൂ. എന്ത് ചെയ്യാനാണ്? മോഹനേട്ടന് പറഞ്ഞാ മനസ്സിലാവണ്ടേ. അറിയാത്ത പിള്ള ചൊറിയുമ്പോ അറിയുന്ന കേട്ടിട്ടുണ്ടോ? എന്താ അല്ല, ഇവിടെ പറഞ്ഞതാ. ഈ വീട്ടിനുള്ളിൽ ഒരു ഓട്ട മത്സരം നടന്നുകൊണ്ടിരിക്കുക. മോഹനേട്ടനും പൂച്ചയും തമ്മില്. ആരാണ് ഓട്ടത്തിൽ പ്രശ്നമൊന്നുമില്ല. ഇപ്പോഴും പൂച്ച ലീഡ് ചെയ്യ. പക്ഷെ ആള് മോഹനേട്ടനല്ലേ? അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കുന്ന വിദ്യക്ക് തോന്നുന്നുണ്ടോ? നിന്നോടാ പറഞ്ഞത്. തോൽപ്പിക്കാൻ നോക്കല്ല നീ. തോൽപ്പിക്കാൻ നോക്കുന്നോ? അഹങ്കാരി. നിൽക്കാനാ പറഞ്ഞത്. ഓടരുത്, ഓടരുത്. പൂച്ച, 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 ഇവിടെ വരാൻ. എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പാമയുടെ മുമ്പ് എന്നെ കൊച്ചാക്കാൻ വേണ്ടി പോവരുത്, അവിടെ ഇരുന്നോ. പോവരുതെന്നാ പറഞ്ഞത്. മോഹനേശന്റെ അടുത്ത് ആ കളി. എന്നിട്ടിപ്പോ എന്തായി വക്കീല്? മോഹനേട്ടൻ സാർ പൂച്ച പിടിച്ചാ? പൂച്ചല്ലേ ആള്, അത്ര പെട്ടെന്ന് പിടി കൊടുക്കൂ. എന്തായാലും 1 മണിക്കൂർ നീണ്ടു നിന്ന യുദ്ധത്തിന് ശേഷം പൂച്ച കീഴടങ്ങി. കീഴടങ്ങിയ വില്ലേജ് ഓഫീസർ ജയിച്ചില്ലേ? പക്ഷേ അതിനിടയിൽ ഈ വീടിന്റെ അവസ്ഥ കുരുക്ഷേത്രത്തെക്കാട്ടിലും മോശമായിരുന്നു. ഇനി ഈ വീട് പഴയ അവസ്ഥയിലാക്കണമെങ്കിൽ എനിക്ക് ഒരു ദിവസത്തെ മെനക്കേടാ. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ കോടതിയിലേക്ക് ഇല്ലാന്ന് പറഞ്ഞത്. എന്നിട്ട് മോഹനേട്ടൻ സാർ പൂച്ച ഇപ്പൊ എവിടെ ഉണ്ട്? രണ്ടുപേരകത്തുണ്ട്. വരും, ഞാൻ കാണിച്ചു തരാം. എവിടെ?
എവിടെ? ഇതായിരിക്കുന്നു. ആ കുനിഞ്ഞിരിക്കുന്നത് വില്ലേജ് ഓഫീസർ. ആ, ആ. ആ സ്റ്റാൻഡിന്റെ മുകളിലിരിക്കുന്നത് പൂച്ച. സാറേ ഇതെന്തോന്ന് പറ്റിയത്? സാറേ എന്തോന്ന് പറ്റിയെന്ന്? വില്ലേജ് ഓഫീസർക്ക് പറയാൻ മടി കാണും. ഞാൻ പറയാം. പൂച്ചയെ ഓടിച്ചിട്ട് പിടിച്ച കാര്യം ഞാൻ പറഞ്ഞില്ലായിരുന്നോ? അങ്ങനെ പൂച്ചയെ പിടിച്ച് വീടിനകത്ത് കയറിയതും ദാ ആ ഇരിക്കുന്ന ആളുടെ സ്വഭാവം മാറി. പിന്നെ പൂച്ച എന്തൊക്കെ ചെയ്തെന്ന് മോഹനേട്ടന് കൃത്യമായിട്ട് നിശ്ചയില്ല. ഈ പൂച്ച ഇങ്ങനെ കണ്ണടച്ചിരിക്കുമെങ്കിലും ആള് ഭയങ്കര പ്രശ്നക്കാരനൊത്തുമാ. തലങ്ങും വിലങ്ങും മാന്തി കളഞ്ഞു. ഇത്രയും കാലം എന്റെ മോഹനേട്ടൻ എന്നെ എന്തൊക്കെ പറഞ്ഞു. തിരിച്ചു വർത്താനം പറയുന്നുള്ളതല്ലാതെ ഞാൻ ഇതുവരെ മോഹനേട്ടന് ദേഹോപദ്രവം ഏൽപ്പിച്ചിട്ടില്ലല്ലോ. ലാളിച്ച് സ്നേഹിച്ചു കൊണ്ടു നടന്ന പൂച്ച വധം ചെയ്തു. കഷ്ടം. ഉത്തമ നിക്കും, ഞാൻ വിദ്യാലക്ഷ്മി കൊടുക്കാനുള്ള ഫയൽ എടുത്തിട്ട് വരാം. എന്റെ പൊന്നേ. എന്നാലും സാറേ ഇതൊരുമാതിരി കടന്ന കയ്യായി പോയി കേട്ടാ. ഉത്തമ, എത്രയും പെട്ടെന്ന് ഈ പൂച്ച ഇവിടെ എടുത്തിട്ട് കളയണം. ഞാനാ? ഞാനോ? നീ ഇതിനെ കണ്ടുകൊടുത്ത എന്റെ നിയന്ത്രണം പോവും. ഞാനൊരു ഗാന്ധിയനല്ലേ, ഒന്നിനെ കൊല്ലാൻ പാടില്ല. സാറേ അതെ, എനിക്കിത്തിരി അത്യാവശ്യം ഉണ്ടായിരുന്നു. ഇത് കടിക്കൂലല്ല? ഒരു കുഴപ്പമില്ല, കണ്ടില്ലേ? വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ സാറേ? ഉത്തമനാണ് വില്ലേജ് ഓഫീസർ അല്ല, കടിച്ച് പറിച്ചു കളയല്ലേ. ഇതെങ്ങനെ പിടിക്കുന്നേ? എങ്ങനെയാണോ പിടിച്ച? അപ്പൊ ശരി സാർ, അവസാനമായിട്ടൊരു നോക്ക് കണ്ടോ? ഉത്തമൻ ഇതിനെ എവിടെ കൊണ്ടുപോണു? കൊണ്ടുപോയി കളയാൻ സാറ് പറഞ്ഞു. അപ്പൊ ഇനി ആരെലിയെ പിടിക്കും? മതി വെക്കില്ലേ, സാറിന് കിട്ടാനുള്ളതെല്ലാം പൂച്ച കൊടുത്തിട്ടുണ്ട്. ഇനി വിട്ടുകള പാവം. ആ വയലിക്ക് തന്നെ. ശരി എന്നാ, ഓക്കെ. മോഹനേട്ടാ, മോഹനേട്ടാ, പാല് കൊടുക്കുന്ന കൈക്ക് കടിക്കുക എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ പാല് കൊടുക്കുന്ന ആളുടെ മുഖം മാന്തി പറിക്കുക എന്നുള്ളത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. പക്ഷെ മതി മതി എന്ന് പറഞ്ഞിട്ടും പൂച്ച കേട്ടില്ലല്ലോ. പിന്നെ അത് മാന്തില്ലേ? ആ പക്ഷെ പൂച്ച മാന്തിയത് നമുക്ക് ക്ഷമിക്കാം. അതൊരു മിണ്ടാപ്രാണിയല്ലേ. മിണ്ടാപ്രാണികളെ നമ്മൾ സ്നേഹിക്കണം. അങ്ങനെയല്ലേ മോഹനേട്ടാ വേണ്ടത്? പ്രകൃതിയുടെ രീതികളെ അതേപടി പിന്തുടരാൻ ശ്രമിച്ച മോഹനകൃഷ്ണനെ കുറ്റം പറയാനാവില്ല. പക്ഷേ ആ വഴി പൂച്ചയ്ക്ക് മനസ്സിലായില്ല എന്നതാണ് പ്രശ്നം. മോഹനകൃഷ്ണനും പൂച്ചയും തമ്മിലുള്ള കരാർ അവസാനിച്ച നിലയ്ക്ക് ഇന്നത്തേക്ക് വിടാം.